വനംവകുപ്പിനെതിരെ കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ രംഗത്തെത്തി. ഇവിടെ നടക്കുന്നത് ഫോറസ്റ്റ് രാജാണ്. വനം വകുപ്പിനെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണം. വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായാണ് വനപാലകർ പെരുമാറുന്നത്. ജനങ്ങൾ ജീവിക്കുന്നത് ഭീതിയിലാണെന്നും ബിഷപ്പ് ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഈ കേരളത്തിന്റെ വലിയൊരു ശാപമാണ് ഈ ഫോറസ്റ്റ് രാജ് ഇവിടെ ഉള്ളത്. ഇന്ന് ജനങ്ങൾ ഭീതിയിൽ കഴിയുകയാണ്. പോലീസുകാരെക്കാളും ഭയം ഇപ്പോൾ ഫോറസ്റ്റുകാരെയാണ്. ഫോറസ്റ്റുകാർ വന്യ മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടാണ് ജനങ്ങളോട് പെരുമാറുന്നത്. ഈ അവസ്ഥ മാറിക്കിട്ടണം. ഫോറസ്റ്റുകാരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഗവൺമെന്റ് സാധിക്കണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് പ്രതിച്ഛായ ഉയരുകയുള്ളൂ. വിവരങ്ങൾ നൽകാൻ സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ഈ മൂന്നാർ പഴയ രാജപാത തുറന്നതുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ബിഷപ്പിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്? മാർ ജോർജ് കണ്ടത്തിൽ പൊതുവെ അതായത് തീരദേശ ഈ മലയോര മേഖലയിലെ ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വന്യമൃഗങ്ങളെക്കാളും ശല്യം തങ്ങളെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏത് നേരത്തെ വീട്ടിലേക്ക് കയറി വരുമെന്ന് പറയാൻ കഴിയില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഭയന്ന് കയറി വരുമെന്ന് പറയാൻ കഴിയില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഭയന്ന് ജനത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം രൂക്ഷമായി തന്നെ സംസാരിക്കുന്നുണ്ട്. സർക്കാർ ഇവരെ നിലക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും സർക്കാർ പുനഃപരിശോധിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒപ്പം തന്നെ വനം വകുപ്പിനെ കാര്യമായി തന്നെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനമേഖലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഒന്ന്, വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ദുരിതം ഒരു ഭാഗത്തുള്ളപ്പോൾ മറ്റൊരു ഭാഗത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് ദുരിതമായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം ബിഷപ്പ് സൂചിപ്പിക്കുന്നത്. അതായത് സഭയുടെ ഒരു നിലപാടായിട്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തെ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ബിനില് ഓക്കെ, വ്യക്തമാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. പൊതുവിൽ മലയോര മേഖലകളിൽ ജനത അനുഭവിക്കുന്ന ദുരിതം അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വർദ്ധിപ്പിക്കുകയാണെന്ന ആരോപണമാണ് ഇപ്പോൾ കോതമംഗലം രൂപതാ അധ്യക്ഷൻ ജോർജ് മഠത്തിക്കണ്ടത്തിൽ ആരോപിക്കുന്നത്. വനം വകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. സർക്കാരിനോട് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.